അപ്പം ബിഗ് ബോസ് ഫിനാലെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ശ്രീതു പറഞ്ഞല്ലോ, ലാലേട്ടൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് എവിക്റ്റ് ആയപ്പോൾ ശ്രീതുവിന് ലാലേട്ടൻ്റെ അടുക്ക വരാൻ കഴിഞ്ഞില്ല. ഒപ്പം പഴയ വീഡിയോസ് അതുവരെ അവിടെ നടന്നതൊക്കെ എവിക്ഷൻ സമയത്തിട്ട് കാണിക്കുമല്ലോ, അതൊന്നും കാണാൻ പറ്റാത്തത് അതൊരു വലിയ വിഷമമായിട്ട് തോന്നിയുകൊണ്ട് ശ്രീതുവിൻ്റെ അതുവരെയുള്ള വീഡിയോസിലെ കുറേ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ശ്രീതു അതെല്ലാം കണ്ടു. ശ്രീതുവിന് വളരെ ഇഷ്ടപ്പെട്ടു അത്രയും കാണാൻ കഴിഞ്ഞതിൽ. നമ്മൾ ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ വീഡിയോസിൽ കൂടെ കാണുമ്പോൾ അത് നമുക്ക് വേറൊരു അനുഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരിത് അതിന് ശ്രീതു വന്നിട്ട് താങ്ക്സ് പറഞ്ഞു. അതിനുശേഷം പിന്നെ ലാലേട്ടൻ പറഞ്ഞു, ഇപ്പം അവിടെ ബിഗ് ബോസ് ലൈവ് നടക്കുന്നു, അപ്പം ലൈവായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് മദനൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹം വന്ന് ഇപ്പോൾ ലൈവായിട്ട് അവിടെ ചിത്രം വരയ്ക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്കിന് ശേഷം ലാലേട്ടൻ എത്തി. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഈ ബിഗ് ബോസ് വീട്ടിനകമാണ്. ക്യാമറ അവിടെ എല്ലാം മൊത്തം വീടിനകം ഇങ്ങനെ അരിച്ചു പെറുക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ അത് നമ്മൾ ഇത്രയും ദിവസം ബിഗ് ബോസുമായിട്ട് ഇങ്ങനെ കണ്ടു മറിഞ്ഞൊക്കെ ഉള്ളൊരു ബന്ധമുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വീട്ടിനകത്തെ കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര ക്ലീനായിട്ടുണ്ട് വീട്. ഇവർ തന്നെ കണ്ടസ്റ്റൻസ് തന്നെ ചെയ്തതാണോ എന്ന് ഇപ്പം എനിക്കതാണ് ഇപ്പോൾ ഒരു സംശയം. ആളുകളൊക്കെ അത് ക്ലീൻ ചെയ്താന്ന് തോന്നുന്നേ, ആളെ വെച്ചൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ടസ്റ്റൻസിൻ്റെ ആരെയും ഒരു സൂട്ട് കേസ് അവരുടെ സാധനങ്ങൾ ഇരിക്കുന്ന ഒരു ഇതും കാണാനില്ല. ബെഡുകളൊക്കെ നല്ല ക്ലീനായിട്ട് വിരിച്ചിട്ട് അതാത് കറക്റ്റായിട്ട് ഫർണിച്ചർ അതെല്ലാം അതേപോലെ ഇരിക്കുന്നു. ഈ കണ്ടസ്റ്റൻസ് ഇവരെല്ലാം കഴിഞ്ഞ് എവിക്റ്റായി പോയ 19 പേരില്ലേ, അവരെല്ലാം ഒരുപാട് ദൂരത്തായിട്ട് ഓരോരോ സ്ഥലത്ത്. ഇപ്പം ബെഡ്റൂമിൽ ഒരാളിരിക്കുന്നു, ഹാളിൽ ആണെങ്കിൽ ഒരു സോഫയിൽ ശരണ്യ, അതിൻ്റെ അപ്പുറത്ത് കുറച്ചങ്ങോട്ട് മാറി ശ്രീതു ഇരിക്കുന്നു, പിന്നെ സായി, പിന്നെ ഗബ്രി ആണെങ്കിൽ ആ വാഴ എന്ന് പറയത്തിൽ ഒരു സോഫ ഇട്ടേക്കുന്ന ഈ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ അവർക്കറിയാം. ആ ഒരു ഭാഗത്ത് ഗബ്രി ഇരിക്കുന്നു. എല്ലാവരും ഈ ബിഗ് ബോസ് ഈ ഫിനാലേക്ക് വരുന്ന അതേ ഡ്രസ്സ് നല്ലവണ്ണം വന്ന് ഗ്രാൻഡായിട്ടൊക്കെ ഒരുങ്ങി എല്ലാവരും അവിടെ ഇരിക്കുന്നു. യമുനയാണെങ്കിൽ അവിടെയുള്ള സമയത്തല്ല, യമുനയുടെ മെയിൻ ഈ കിച്ചണിൽ അടുക്കളയിൽ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ യമുന അവിടെ നിൽക്കുന്നതായിട്ട്, സ്റ്റൗവിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, അങ്ങനെ ദൂരെയായിട്ട് എല്ലാവരും റെഡിയായി ഇങ്ങനെ നിൽക്കുന്നത് ആ ബിഗ് ബോസ് വീടിനകം ഫുള്ള് ക്യാമറ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഫുള്ള് വീടിനകം കാണിച്ചു. വളരെ ഇതുവരെ ഇതുപോലെ കണ്ടിട്ടില്ല, അത്ര നീറ്റായിട്ടുണ്ട് വീട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ആരെ തിങ്സ് ഒന്നും അവിടെ കാണാനില്ല. ഈ പെട്ടികളും സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നു, ഒന്നും കാണാനില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്തായാലും ഇന്ന് ഫിനാലെ കഴിഞ്ഞ് ബാക്കിയുള്ളവരും എല്ലാം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കിന് ഇവരുടെ സാധനങ്ങൾ അതിന് മുമ്പേ എല്ലാം റെഡിയാക്കി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വീട് നല്ല ക്ലീനായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പിന്നെ വീട്ടിനകം എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ലിവിങ് ഏരിയയിലാണ് ക്യാമറ പോകുന്നത്. ആ ലിവിങ് ഏരിയയിൽ ആ സോഫയിൽ, അതായത് മൊത്തം കണ്ടസ്റ്റൻസ് ഇരിക്കുന്ന ആ സോഫയിൽ ഇപ്പം 5 പേരായിരിക്കുന്നത്. നമ്മുടെ ജാസ്മിന്, ഗബ്രി, അർജുൻ, അഭിഷേക്, കൃഷി, ഇവർ 5 പേര് മാത്രം. അവർ ഈ ഫിനാലെ പങ്കെടുക്കുന്ന അതേ ഡ്രസ്സോടെ ഗ്രാൻഡായിട്ടൊക്കെ ഒരുങ്ങി അങ്ങനെ അവർ 5 പേരും അവിടെ ഇരിക്കുകയാണ്. ഈ വീട് മൊത്തം കാണിക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴും ഈ ലിവിങ് ഏരിയയിൽ ഇവർ 5 പേരിൽ കാണിക്കുമ്പോഴും ഈ ലോകത്തിൻ ഗതി അറിയാതെ എന്നുള്ളൊരു പാട്ട്, ഈ ബിഗ് ബോസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ആ പാട്ടുണ്ടല്ലോ, അത് വന്നിട്ട് ഫുള്ള് ഈ ആ സമയം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണിക്കുകയും ആ പാട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഈ 5 പേരോടായിട്ട്, അതായത് ഫൈനലിലെത്തിയ 5 പേരോടായിട്ട് ലാലേട്ടൻ നിങ്ങളുടെ ഇതുവരെയുള്ള ഇത്രയും നാളത്തെ ആ പ്രയത്നത്തിൻ്റെ ഫലം, സ്വപ്നങ്ങൾ എല്ലാം ഇന്ന് ഈ നിമിഷം ഇവിടെ സഫലീകരിക്കുന്നു. അപ്പോൾ ആർക്കാ ഫസ്റ്റ് ഈ ട്രോഫി, ഈ ബിഗ് ബോസിൻ്റെ ഈ ട്രോഫി ആരുടെ കൈകളിലെത്തുമെന്ന് കുറേ സമയങ്ങൾക്കകം അറിയാമെന്നൊക്കെ പറയുന്നു. പിന്നെ അവരോട് ഇതുവരെയുള്ള ഈ ഒരു സിറ്റുവേഷൻ്റെ ഇതൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർ എല്ലാവരും അതിൻ്റെ കാര്യം അർജുനോട് ആദ്യം ചോദിക്കുന്നത്. അർജുൻ ഭയങ്കര പ്രൗഡായിട്ടുണ്ട്.
എന്നുള്ള വിവരമൊക്കെ പറയുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള കാര്യമൊക്കെ അർജുൻ പറയുന്നു. ജാസ്മിനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ജാസ്മിനും ഈ ഒരു മൊമെൻറ്റ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഋഷിയോട് ചോദിക്കുന്നു. ഋഷിയും വന്നിട്ട് ഇതുവരെ എത്തുമെന്നോ ഈ ഒരു സിറ്റുവേഷനിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നുള്ള വിവരവും അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അഭിഷേകും അതുപോലെ തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ള നിമിഷം, വളരെ സന്തോഷം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ വന്നിട്ട് ജിൻഡോയോട് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ജിൻഡോയ്ക്കും ഭയങ്കര വലിയ നല്ല മുഹൂർത്തം അങ്ങനെ. അപ്പോൾ ജിൻഡോയോട് എന്താ ഇതിൽ പറയാനുള്ള, എങ്ങനെ ഇവിടുത്തെ അനുഭവം എന്നൊക്കെ പറയുമ്പം ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം ജിൻഡോ പറയുന്നു വന്നിട്ട് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, ഇങ്ങനെ ജിൻഡോ പറയുന്നു, ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ തിരിച്ച് ചീത്ത പറയാതിരിക്കാൻ കഴിയുന്നു ഇപ്പോഴെന്ന് പറയുന്നു. ചീത്ത പറഞ്ഞാലും സിറി കടിച്ചു പിടിച്ച് അതിന് ക്ഷമയോടെ അതിനെ പ്രതികരിക്കാതെ, ആ രീതിയിൽ പ്രതികരിക്കാതെ നേട്ടമായിട്ട് ജിൻഡോ അതിനെ പറയുന്നു. അങ്ങനെ അതിൻ്റെ കാര്യം. പിന്നെ അതിന് ശേഷം ലാലേട്ടൻ ഈ ട്രോഫി, ഈ ബിഗ് ബോസിൻ്റെ ഈ ട്രോഫി ഒരിടത്തുണ്ട്. അപ്പോൾ അത് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രോഫി നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന അതിങ്ങനെ എല്ലാവരെയും, ഇവരെ മെയിനായിട്ടും ഈ 5 പേരെ കാണിക്കുന്നുണ്ട്. ഇതിലൊരാൾക്ക് ഇവരുടെ കൈകളിലാണല്ലോ ഈ ട്രോഫി. അപ്പോൾ അതങ്ങനെ കാണിക്കുന്നു. എല്ലാവരും അതിലേക്ക് ആകാംക്ഷപൂർവ്വം നോക്കുന്നു. അങ്ങനത്തെ ഒരു ഇതാണ് ഇതുവരെ കണ്ടത് നമ്മൾ.